Hey guys, welcome to our new episode on Travel on Roads. നമ്മളിന്ന് ഉള്ളത് സിമ്മേണിലാണ്, ജോയലിൻ്റെ വീട്ടിലാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുന്ന ആ ഒരു സന്ദർഭത്തിലെ വീഡിയോസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു. അങ്ങനെ നമ്മൾ ജോയലിൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളൊരു 5-6 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളെ ഡ്രസ്സൊക്കെ ചെയ്ത് ഓണത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് ഓണം വൈബ്സിന് വേണ്ടിയിട്ട് നല്ല ഫോട്ടോസെല്ലാം വീഡിയോസെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല സൂപ്പറായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളങ്ങനെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ജോയലിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗാർഡൻ ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. സൺഫ്ലവറും അതുപോലെ തന്നെ ഒരുപാട് ചെടികളും അവിടെ നട്ടുപരിപാലിക്കുന്നുണ്ട്. ഇതാണ് ജോയലിൻ്റെ വീടിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോട്ടോ സെഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഫാമിലി ഫോട്ടോസും അതുപോലെ തന്നെയുള്ള സുന്ദരമായ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് എല്ലാവരും ഒരുങ്ങി നിന്നിരുന്നു. പാടത്തിനൊരു പൊൻകാലം കാത്തിരിക്കുന്ന കിളി വന്നപ്പോൾ പേരാതെ കാടിനെ കാത്തിരിക്കൂ. മണ്ണ് വെറും കരിമ്പട്ട കാട്ടിലെ കണവിടാതെ വിതറും നേരമുണ്ടോ പണ്ടത്തെ നിലവിളക്ക്. ഓണം വരുമോ പിന്നെ വന്നാലും. ജെറിനായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോസും എടുക്കാനൊക്കെ ആയിട്ടുള്ള ഉത്സാഹം കാണിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും ഫോട്ടോസ് നല്ല സൂപ്പറായിട്ട് എടുക്കാനായിട്ട് സാധിച്ചു. നല്ല ക്ലൈമറ്റായിരുന്നു അന്നേ ദിവസം. നമുക്ക് അവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടും സാധിച്ചിരുന്നു. നമ്മുടെ ഈ സുന്ദര കുട്ടപ്പനും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളത്തിലെ അംഗങ്ങളും കൂടെ അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നു, പക്ഷേ എന്നിരുന്നാലും നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും പോസ് ചെയ്ത്. അങ്ങനെ ഫോട്ടോയ്ക്ക് പകരം ഞാനൊരു ഗ്രൂപ്പ് വീഡിയോ ആണ് എടുത്തത്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം കളറാക്കാനായിട്ട് കൂടെ കൂടിയിരുന്ന ടീമുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരാളും കൂടെയുണ്ട് പരിചയപ്പെടുത്താനായിട്ട്, നമ്മുടെ സണ്ണിക്കുട്ടൻ. അപ്പോൾ ഇവനാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വികൃതി പയ്യൻ. അപ്പോൾ അവനും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട്. അങ്ങനെ ഓണത്തിൻ്റെ സദ്യവട്ടങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഞങ്ങൾ ഒരു 15 കൂട്ടം കറികളും അതുപോലെ 2 തരം പായസമൊക്കെ ആയിട്ട് അടിപൊളി സദ്യയാണ് ഒരുക്കിയിരുന്നത്. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ ഓണം ആഘോഷിച്ചത്.
ഇവിടെ വീടിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാവർക്കും നിലത്തിരുന്ന് ഓണസദ്യ കഴിക്കാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വിശാലമായ ഈ ഒരു ഹാളിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഓണസദ്യ ഒരുമിച്ചിരുന്ന് കഴിച്ചത്. ആദ്യം ലേഡീസും അതുപോലെ തന്നെ കിഡ്സുമാണ് നമ്മൾ ആദ്യം ഇരുന്നത്. അങ്ങനെ അവർക്ക് ഓണസദ്യ വിളമ്പാനുള്ള ഡ്യൂട്ടി ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ അവർക്ക് ഓണസദ്യ വിളമ്പി അവർ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, നല്ല വലിയ ഫിഷ് ടാങ്കും അതുപോലെ തന്നെ വലിയൊരു ഫിഷിൻ്റെ നല്ലൊരു കളക്ഷനും ഉണ്ട് ജോയലിൻ്റെ വീട്ടിൽ. പുള്ളിക്കാരന് വലിയൊരു പെറ്റ് ഫാം തന്നെ ഉണ്ടെന്ന് പറയാം. നമുക്ക് ഫിഷാണ് മെയിനായിട്ട് ആളുടെ വീട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അക്വേറിയംസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കും ഒരുപാട് നേരം റിലാക്സ് ആവാനായിട്ട് പറ്റിയൊരു മൈൻഡ് റിലാക്സ് ആവാനായിട്ട് പറ്റിയൊരു സംഭവമാണ് അക്വേറിയം എല്ലാം. അപ്പോൾ ഇതായി കാണുമ്പോൾ തന്നെ ഒരു 3-4 അക്വേറിയം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ സദ്യവട്ടങ്ങളിലെ പ്രധാന താരങ്ങൾ. സദ്യ നമുക്കെപ്പോഴും മലയാളീസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. സദ്യയിൽ ഉണ്ടാകുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഓണത്തിന് ഒരു സദ്യ കഴിക്കുക എന്ന് പറയുന്നത് പ്രവാസികളായിരിക്കുമ്പോഴാണ് കൂടുതലും അതിനൊരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരുന്നത്. ഇപ്പോഴും നമുക്ക് നാട്ടിലെ ഓണമാണ് എപ്പോഴും ഇഷ്ടം. എന്നിരുന്നാലും നമ്മൾ പ്രവാസികളായ കാരണം കൊണ്ട് ഇവിടെയാണ് നമ്മൾ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളാണ് അടുത്ത ട്രിപ്പിൽ ഓണം സദ്യ കഴിക്കാനായിട്ട് ഇരുന്നത്. താഴെ ഇരുന്ന് സദ്യ കഴിക്കുന്നത് അത്ര സുഖകരമല്ല. എന്നിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ സൂപ്പറായിട്ട് ആ ഒരു സദ്യ ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഈ കാണുന്ന പൂക്കളം ഞങ്ങൾ കാലത്ത് ഇട്ടതാണ്. അങ്ങനെ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളെല്ലാവരും പൂക്കളത്തിൻ്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അവരും വന്ന് പൂക്കളത്തിൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം അങ്ങനെ അവിടെ കളിക്കാനായിട്ട് ഇടയായി. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു പൂക്കളം. അങ്ങനെ ഇവിടെ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന പൂക്കളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പൂക്കളം ഉണ്ടാക്കിയത്. അതിന് ശേഷം നല്ല സൂപ്പർ അടിപൊളി ഗെയിംസ് ആയിരുന്നു. നമുക്ക് ഗെയിംസിലോട്ട് പോവാം. അപ്പോൾ ഗെയിംസിലെ വിശേഷങ്ങൾ ഇതാ കാണാം. ഓണത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസാക്കാനും ആയിട്ട് നമ്മൾ ഒരുപാട് ഗെയിംസ് അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാവരും ഗെയിംസ് കളിക്കാനായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികളടക്കം നമ്മൾ മുതിർന്നവരെല്ലാവരും എല്ലാവിധ ഗെയിംസിലും പങ്കെടുത്തു. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള റണ്ണിങ് ഗെയിംസും അതുപോലെയുള്ള ചെറിയ ചെറിയ കസാര കളികളൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നീട് വ്യത്യസ്തമായ ഗെയിമുകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഇതായിരുന്നു ആ ഒരു എക്സൈറ്റിംഗ് ഗെയിം. നമുക്ക് 5 തവണയാണ് ഒരേ ഡയറക്ഷനിൽ തന്നെ റൊട്ടേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന കുപ്പിയുടെ മുകളിൽ ആ ഒരു കാർക്കാണ് നമ്മൾ താഴേക്ക് ഇടേണ്ടത്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇത് 3-4 പേർക്കൊക്കെ ഓക്കെ ആയിരുന്നു, കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ആ ഒരു ടോപ്പ് താഴേക്ക് ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല.
അതിന് ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായത് നമ്മൾ കണ്ണടച്ചതിന് ശേഷം റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ ആ ഒരു ടിപ്പിൽ തന്നെ നമുക്ക് ആ ഒരു കോർക്ക് താഴേക്ക് ഇടാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ അതിൽ ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആകാശം നിറം ചൊടിക്കുന്നു, കടൽ തീരം നെയ്യും തുടിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, ചിഞ്ചുവിന് അത് ഫസ്റ്റ് ടൈമിൽ തന്നെ ആ ഒരു ട്രൈ അത് ആ ഒരു ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഇതുപോലെ 3-4 പേർക്ക് ആ ഒരു ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ. പിന്നീടുള്ള എക്സൈറ്റിംഗ് ഗെയിം ഇതായിരുന്നു. നമുക്ക് 2 പേര് 2 സൈഡിലുമായിട്ട് നിന്നിട്ട് ഈ ഒരു ചരടിൽ മേലുള്ള ഈ ഒരു പേന ഡയറക്റ്റ് ആ ഒരു കുപ്പിയിലേക്ക് വീഴ്ത്തണം. നമുക്ക് ചരടുമേ തൊടാനോ അതുപോലെ തന്നെ അതുമേ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. സോ നമുക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ ആ ഒരു സ്ലോയിൽ ചെയ്താൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു മറ്റുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതിലൊരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു വിന്നിങ് കോമ്പറ്റീഷന് വേണ്ടി അറേഞ്ച് ചെയ്തത്. അതായത് 30 സെക്കൻഡ്സിൽ നമുക്കത് മാക്സിമം ചെയ്തത് ഇവരാണ്. അത്രയും സെക്കൻഡ്സ് മാത്രമേ ആ ഒരു ഗെയിമിന് വിൻ ചെയ്യാനായിട്ട് അവരെടുത്തുള്ളൂ. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണം വിശേഷങ്ങൾ. സോ ഇനിയും ഓണത്തിന് ഒരുപാട് ഗെയിംസ് കളിച്ചിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ ഇത്രയും വലിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഷോർട്സ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.